ആണ് ഈ പ്രാവശ്യം അതിന് അർഹത നേടിയത്. ശ്രീ നൗഷാദിനെ ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. അവിടെയുള്ള അദ്ദേഹം അവിടെ പോയി കഠിനാധ്വാനം ചെയ്ത് അവിടെ പ്രവർത്തിച്ചതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ളവരെ പല വിധത്തിൽ സഹായിക്കുന്നതിന് മുൻകൈ എടുക്കുകയും അതിന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത നൗഷാദിന് കിട്ടിയ ഈ അംഗീകാരത്തിൽ അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. പ്രശസ്തി പത്രം പ്രവാസികാര്യ മന്ത്രി ഡോക്ടർ കെ.സി. ജോസഫ് അവർക്ക് സമ്മാനിക്കും. ശ്രീ നൗഷാദിന് പൊന്നാട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ കെ.പി. മോഹനൻ അവർ നൽകും. ശ്രീ നൗഷാദിന് പ്രവാസി സമവീര അവാർഡ് നൽകിയ നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർ, വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ കെ.സി. ജോസഫ് മിനിസ്റ്റർ, മറ്റ് വേദിയിലിരിക്കുന്ന കലാപ്രേമി ബഷീർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ രണ്ടത്താണി അബ്ദുറഹ്മാൻ രണ്ടത്താണി എം.എൽ.എ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രവാസി സുഹൃത്തുക്കളെ, പ്രവാസി റിട്ടേൺ സുഹൃത്തുക്കളെ, ഒരു കാലഘട്ടത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പെയാണ് 2.5 വർഷക്കാലം ഖത്തർ ദോഹയിലെ ഒരു സ്റ്റുഡിയോയിലെ ജീവനക്കാരനായിരുന്നു ഞാൻ. 2.5 വർഷം അവിടെ ജോലി ചെയ്തു. നിയമം കർശനമായതുകൊണ്ട് തിരിച്ചു വരേണ്ടി വന്നു, അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ തന്നെ ആയിരിക്കുമായിരുന്നു. ഗൾഫുകാരെ കൊണ്ട്, പ്രത്യേകിച്ച് ഗൾഫുകാരെ കൊണ്ട്, പ്രവാസികളെ കൊണ്ട് മാത്രമല്ല, പ്രത്യേകിച്ച് ഗൾഫുകാരെ കൊണ്ട് ഞാൻ പറയാറുള്ളത്, തങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരംശം സാന്ത്വന സമാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നീക്കിവെക്കുന്നവരാണ് പ്രവാസികൾ. അങ്ങനെ നീക്കിവെക്കുന്നതിൻ്റെ നല്ലൊരു ഭാഗം അശരണരായ രോഗികൾക്കും പാവപ്പെട്ടവർക്കും ലഭിക്കുന്നു എന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളൊക്കെ തന്നെ കാണുന്നത്. നമ്മുടെ നാടിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന പ്രവാസികൾ ഇന്ത്യക്കല്ല കേരളത്തിന് ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. ആ മുതൽക്കൂട്ട് നമ്മുടെ നാടിൻ്റെ വ്യാവസായിക വികസന പ്രവർത്തനങ്ങൾക്ക് ഉപകരിക്കത്തക്ക രീതിയിലേക്ക് വരുന്നു എന്നത് ഈ കേരളത്തിലെ ഒരുപാട് തൊഴിലില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നു എന്നതും സന്തോഷമുള്ള കാര്യമാണ്. പരമാവധി അത്തരം സഹായങ്ങൾ ഇനിയും ചെയ്തുകൊണ്ട് നമ്മുടെ നാടിനെ സമ്പന്നമാക്കാൻ, നാട്ടിലെ പ്രിയപ്പെട്ടവരെ സമ്പന്നമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദനങ്ങളും അർപ്പിക്കുകയാണ്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. എന്തായാലും സാമൂഹ്യ സാംസ്കാരിക സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നൗഷാദിന് ഈ അവാർഡ് ലഭിച്ചതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിർവഹിച്ചുകൊണ്ട് കെ.സി. ജോസഫ് സാർ ഇവിടെ സംസാരിക്കും. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് മുൻ എം.പി ശ്രീ പന്ന്യൻ രവി